നമസ്കാരം. ഇനി മുതൽ ജനനവും മരണവും വിവാഹവും വസ്തുനികുതിയും ബിൽഡിംഗ് പെർമിറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും ലഭ്യമാകുന്ന കെ സ്മാർട്ട് വ്യാഴാഴ്ച മുതൽ സംസ്ഥാനത്ത് പൂർണ്ണമായി പ്രാവർത്തികമാകും. ഏപ്രിൽ 10 മുതൽ എല്ലാ പഞ്ചായത്തുകളിലും ഈ സേവനങ്ങൾ ലഭ്യമായിരിക്കും. കേരളം മുഴുവനായി പൂർത്തിയാകുന്ന കെ സ്മാർട്ട് പ്ലാറ്റ്ഫോം ജനങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ എത്തിക്കുന്നതിൽ ഒരു പുതിയ അധ്യായം എഴുതുകയാണ്. ഇൻഫർമേഷൻ കേരള മിഷന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ആപ്ലിക്കേഷനും വെബ്സൈറ്റുമാണ് ഈ സേവനങ്ങൾക്ക് വാതിലൊഴിയുന്നത്. ദിവസങ്ങൾ കാത്തിരുന്ന ബിൽഡിംഗ് പെർമിറ്റുകൾ ഇനി സെക്കൻഡുകൾക്കുള്ളിൽ വളരെ ലളിതമായ നടപടികളിലൂടെ വെറും 30 സെക്കൻഡുകൾ കൊണ്ട് അനുമതി കൈവശമാക്കും. EDCR, GIS റൂൾ എഞ്ചിനുകൾ, നൗ ലാൻഡ്, കെ മാപ്പ്, ട്രസ്, മാസ്റ്റർ പ്ലാനുകൾ, എയർപോർട്ട് സോണുകൾ, റെയിൽവേ ലാൻഡ് എല്ലാം ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകും. അതും AI പിന്തുണയോടെ. അതുപോലെ മറ്റൊരു അറിയിപ്പ്, പട്ടികജാതി വികസന വകുപ്പിന്റെ 2024-25 അധ്യയന വർഷത്തെ ഗ്രാന്റ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള കാലാവധി നീട്ടി. മെയ് 20 വരെയാണ് കാലാവധി ദീർഘിപ്പിച്ചത്. 2024-25 അധ്യയന വർഷത്തെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന അവസരമാണിത്. അർഹരായ എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്ന് സ്ഥാപന മേധാവികൾ ഉറപ്പുവരുത്തണം. ഫ്രഷ് റിന്യൂവൽ അപേക്ഷകൾ മെയ് 20-നകം സ്ഥാപനങ്ങളിൽ നിന്ന് പരിശോധിച്ച് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്യും. നിശ്ചയിക്കപ്പെട്ട സമയത്തിന് ശേഷം പോർട്ടൽ ക്ലോസ് ചെയ്യുമെന്നും അസിസ്റ്റന്റ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. പ്രധാനപ്പെട്ട 2 വിവരങ്ങളാണ് ഈ വീഡിയോ ഷെയർ ചെയ്തത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റു വാർത്തകളും അറിയിപ്പുകളുമായിട്ട് വീണ്ടും കാണാം.